ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കന്യാകുമാരി ജില്ലയിൽ നിന്ന് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് കന്യാകുമാരിയിലെ നെട്ട എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ നെട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡാമും അതിൻ്റെ ഡാമിൻ്റെ വെള്ളമൊക്കെ കയറി കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് 4 ഡാമുകളോളം ഈ നെട്ട പരിസരത്ത് ഒരു 15 കിലോമീറ്റർ ഉള്ളിൽ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മളതുവഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പം പോകുന്നത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ചിറ്റാർ ഡാമിൻ്റെ ഈ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ കൂടുതലും റബ്ബർ എസ്റ്റേറ്റുകളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൻ്റെ ഈ പ്രദേശങ്ങളിൽ കൂടുതലും മലയാളികൾ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇവർ പിടിക്കുന്ന മീനാണ് ഇവിടുത്തെ ഹോട്ടലിലൊക്കെ സപ്ലൈ ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപാട് ഹോട്ടലുകളുണ്ട്, ഒരുപാട് സഞ്ചാരികൾ എത്തുന്നുണ്ട്. തമിഴ്നാടുകാരും മലയാളികളുമാണ് കൂടുതലെത്തുന്നത്. സാധാരണ മറ്റ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് ഈ വഴി അറിയത്തുള്ളൂ. ദൂരദേശത്തു നിന്നുള്ളവരൊക്കെ അപൂർവമായിട്ടാണ് വഴി വരുന്നത്. പക്ഷെ നല്ല റോഡാണ്. നമുക്ക് ഈസിയായിട്ട് തമിഴ്നാട്ടിലോട്ട് ഈ കന്യാകുമാരി പ്രദേശത്തോട്ട് നമുക്ക് ഇതുവഴി പോകാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളിപ്പം ആഹാരം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുകയാണ്. ആ ബോർഡ് കണ്ടുകൊണ്ട് നിർത്തിയാണ്, റിച്ചു അച്ചായൻസ് ഹോട്ടൽ. ഈ ഹോട്ടലിനെ കുറിച്ച് മാതൃഭൂമിയിലൊരു ന്യൂസ് വന്നായിരുന്നു. നല്ല റിവ്യൂ ഒക്കെ, നല്ല ഹോട്ടലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പം ഇത് ഓർമ്മയിലുണ്ടായിരുന്നു. ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഈ ഹോട്ടൽ കണ്ടു, അങ്ങനെ നിർത്തിയതാണ്. പക്ഷേ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇച്ചിരി ലേറ്റായി, 2 മണി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടോയെന്നറിയില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളുണ്ട്. ആഹാരം അവിടെ പോയിരുന്ന ആൾക്കാർ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ച് അവിടെ പോയിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹോട്ടലിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ചോദിച്ചു പറഞ്ഞാൽ അടുക്കളയിൽ കയറി നമ്മൾ ഫിഷ് കാണിച്ചു കൊടുക്കണം, ഏത് ഫിഷ് വേണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറി ഫിഷ് കാണിച്ചു കൊടുത്തു. എല്ലാം പുഴമീൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ചിക്കനോ മട്ടനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സാധാരണ ഹോട്ടലുള്ളതിനോട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫിഷ് ഐറ്റംസ്, പുഴമീനെല്ലാം ഉണ്ട്. മിക്കവാറും എല്ലാ പുഴമീനും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കപ്പയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആഹാരം കഴിക്കാൻ ഇരിക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറയും. 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇരുന്നു ആഹാരം വിളമ്പി. ഞാൻ എന്തായാലും കപ്പയ്ക്ക് മാത്രമാണ് ഓർഡർ കൊടുത്തത്. കപ്പയും മീൻകറിയും മീൻ ഫ്രൈയും ഓർഡർ ചെയ്തു. പല ഈ ഡാമിൽ കിട്ടുന്ന എല്ലാ ടൈപ്പിലുള്ള ഫിഷും ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രഷ് മീനാണ് അതിപ്പോൾ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. മറ്റ് കെമിക്കലൊന്നും ഇടാത്ത നല്ല ഇവിടെ തന്നെ പിടിക്കുന്ന മീനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഹോട്ടലുണ്ട്. നേരത്തെ ഇതിന് മുമ്പ് വേറൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ട്, അക്ഷയപാത്രം എന്നൊരു ഹോട്ടലിൽ വന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ മറ്റ് ചിക്കനും ഒക്കെ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല, ഇവിടെ ഫിഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. കുറേ ആൾക്കാർ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്നതെല്ലാം തമിഴ്നാട്ടുകാരാണ്. തമിഴിലാണ് ഭയങ്കര സംസാരങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ആഹാരം കഴിപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഭിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭിത്തിയിൽ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചും. അപ്പോൾ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എങ്ങനെയുണ്ട് ഫുഡ് എന്നൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ അഭിപ്രായം കേൾക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡായിട്ട്. ആദ്യമായിട്ട് കഴിക്കാൻ? അല്ല, ഞങ്ങൾ ഇവിടെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. പുഴമീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇതുവഴി പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ കയറി കഴിക്കാൻ സാധിക്കും. കുറേയേറെ ഹോട്ടലുകളുണ്ട്, എല്ലാം മലയാളി ഹോട്ടലൊക്കെയാണ്. അപ്പോൾ ഓരോരോ ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ടേസ്റ്റ് മാറി മാറി പല പ്രാവശ്യം നോക്കിയിട്ട് നമ്മളങ്ങനെയാണ് ഓരോ ഹോട്ടലിൽ നിന്ന് മാറി മാറിയാണ് ടേസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.